അങ്ങനെ മാൾട്ടയിൽ നമ്മൾ വിസിറ്റിങ്ങിന് വന്നിട്ട് ഇന്ന് 3ാമത്തെ ദിവസം ആയിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി എ ഫൈനൽ ഡേ ഇൻ മാൾട്ട. യൂഷ്വലി മറ്റ് കൺട്രികളിലോ സിറ്റികളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ആ രാജ്യത്ത് പോയതിൻ്റെ ഓർമ്മയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളാണ് ഇത് ഫ്രിഷ് മാഗ്നറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സവനീറുകളൊക്കെ. ഒരുപാട് ഓർമ്മകളും അറിവുകളും സമ്മാനിച്ച ഈ മാൾട്ട വിസിറ്റിങ്ങിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനും 1-2 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ദോശയും ചിക്കൻ കറിയും കടുപ്പത്തിൽ ഒരു ചായ അടിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് എംദീനയിലേക്കാണ്. സൈലന്റ് സിറ്റി എന്നറിയപ്പെടുന്ന എംദീന നഗരത്തിന് ഓൾമോസ്റ്റ് 4000 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മാൾട്ടയുടെ പ്രാചീന തലസ്ഥാനം കൂടിയാണ് എംദീന. മാൾട്ടയിൽ വിസിറ്റിങ്ങിന് വന്നതിന് ശേഷം ഞാനിട്ട് 2 വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. എങ്ങനെയാണ് മാൾട്ടയിൽ വരേണ്ടത്, എങ്ങനെയാണ് അൺസ്കിൽഡ് വർക്ക് വിസ എടുത്ത് മാൾട്ടയിൽ വരേണ്ടത്, സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകൾ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാൾട്ടയിലേക്കൊക്കെ വരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന്. ഞാൻ കറൻ്റ്ലി UK വർക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് മാൾട്ട. നിങ്ങൾക്ക് ഒരുപാട് ലിവിങ് കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കൺട്രിയാണെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. മാൾട്ടയിൽ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നതോ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആഡ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അങ്ങനെ എന്തൊക്കെയായാലും നമ്മുടെ 3 ദിവസത്തെ മാൾട്ട ജേണി കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് പോവുകയാണ്. ലണ്ടനിൽ നിന്ന് ഞാൻ മാൾട്ടയിലേക്ക് ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും ഇവിടുന്ന് ഞാൻ സൂരജിനെയും കൂടി കൊണ്ടുപോവാണ് അടുത്ത കൺട്രിയിലേക്ക് പോകുമ്പോൾ. ഞങ്ങൾ 2 ആളും ഇന്ന് പോകുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. ഒരുപാട് കാലങ്ങളായിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൺട്രിയാണ്. ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കൺട്രീസിൽ ഒന്നാണ് സ്വിറ്റ്സർലാൻഡ്. ആൻഡ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് കൺട്രി ആസ് വെൽ. സോ സ്വിറ്റ്സർലാൻഡിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ശരി, പറഞ്ഞ പോലെ വീണ്ടും സന്ധിക്കും വരെ വണക്കം.